ഹലോ, ഞാൻ ഷാജി മാമൻ, തൃശ്ശൂർ ബൈറ്റ്സിൻ്റെ ഷാജി മാമൻ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പോർക്ക് ഫ്രൈ ആണ്, റോസ്റ്റ് ആൻഡ് ഫ്രൈ. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതേപോലെ ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, അഭിപ്രായം പറയാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയൊരു ഇതായിട്ട് അടുത്തത് കാണാം. ഓക്കെ, ബൈ. പോർക്ക് നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോർക്ക് ഫ്രൈ ആൻഡ് റോസ്റ്റ് വെള്ളമില്ലാത്ത കണ്ടിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞത് വെച്ചാൽ കുറച്ചതിൽ പകുതി മാത്രമേ അതിലെടുക്കണുള്ളൂ, പകുതി പിന്നെ ഞാനതൊരു പോർക്ക് റോസ്റ്റിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നല്ലോണം വെള്ളം മുട്ടിൽ ഫ്രൈ ചെയ്യും. അപ്പോൾ അതുണ്ടാക്കുന്നു. എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് വേവിക്കുന്നുണ്ട്. തരി ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കും. ഓക്കെ, അതിൽ കുറച്ച് ഉപ്പിടും. കുറച്ച് മുളക് പൊടി, ഫസ്റ്റ് ഒരു സ്പൂൺ മുളക് പൊടിയുള്ളൂ. ഓക്കെ, സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ വേണ്ട, ഒരു അര സ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇവനൊന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കി. ഓക്കെ, ഇതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്തിട്ട് ഒറ്റ ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും. അപ്പോൾ ഇത് ഒന്ന് ഇട്ടിട്ടൊന്ന് മിക്സാക്കുക. ഓക്കെ, എല്ലാതും ഒന്ന് ഇളക്കാൻ മിക്സാക്കിയിട്ട് ഒറ്റ ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരു 4-5 വിസിൽ വന്നാൽ നന്നായി വെന്തിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അടുത്ത കൂട്ട് നമുക്ക് പറയാം. തൽക്കാലം വെച്ചിട്ട് കണ്ട് മൂടിയിട്ട് വെക്കും. ഓക്കെ, അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അതിലേക്കിത് ഒരു അത്യാവശ്യത്തിനൊരു ചെറിയൊരു 50 ഗ്രാമെങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ, വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സവാള ഇടാം. വെളിച്ചെണ്ണ ഈ സവാളയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പകുതി സവാള മാറ്റി വയ്ക്കുന്നുണ്ട്. അത് പോർക്കിൻ്റെ തന്നെ വേറെ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഇതിന് പകുതി സവാള മാറ്റിയിട്ടാണ് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ടുള്ള പോർക്ക് ഒന്ന് ചെറുതായി ഇളക്കിയിട്ട് ഒന്നൊന്ന് ഇതാവുന്ന കഴിഞ്ഞാൽ അതായത് വെളുത്തുള്ളി ഇടണം. വെളിച്ചെണ്ണ വെച്ച് ഉള്ളി വേണ്ടിയിട്ടാണ് 5 സെക്ഷനായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ഇഞ്ചി ഉണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി ഇടുക. വേപ്പില കുറച്ചുണ്ടാവിടുക. കുത്തുമുളകുണ്ട്, അതിൻ്റെ മുഴുവനാക്കുക. ഓക്കെ, ഇതിനൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം സ്വല്പം ഉപ്പിൻ്റെ പൊടി ഇടണം. കുറച്ച് അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി സവാള വഴറ്റിയത് മാറ്റി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ മുടി വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. മസാലയൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ഫ്രൈ സവാളയൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട്. പകുതി സവാളയിൽ നമ്മൾ മസാല പോർക്ക് ഫ്രൈയിലുള്ള മസാല ഒഴിച്ച മസാലയിൽ പകുതി മസാല ഇട്ടിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ടുള്ള അത് ഇട്ടിട്ട് ഫ്രൈ ആക്കാം. ഓക്കെ, ഒന്ന് ഫ്രൈ ആയി വന്ന് കൂട്ടിക്കുക. പിന്നെ അത് ഉപയോഗിക്കാം. നന്നായി ഇളക്കി കൊടുക്കുക.
ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ, ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പോർക്ക് ഫ്രൈ, ഓക്കെ, ഫ്രൈ റോസ്റ്റ് കേട്ടോ, വെള്ളം അധികമില്ലാതെ കണ്ടിട്ടുള്ളത്. നമ്മൾ ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്, ലാസ്റ്റ് ടൈമിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഒരു 1/2 സ്പൂൺ കുരുമുളക്, നന്നായി പൊടിയല്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളത്. ഒക്കെ നമുക്കിത് ഇറക്കാനായി തുടങ്ങി. കുറച്ച് മെല്ലിയല്ല നമുക്ക് അതിൻ്റെ മീതാണ് വെള്ളം. അതിന് ശേഷം പ്ലേറ്റ് ഇട്ടതിന് ശേഷം കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒരു ഫിനിഷ്. അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊന്നുമില്ലാതെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുക, കഴിക്കുക, അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് തരിക, കമൻറ്റ് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.